250 ml കപ്പിന് 1 കപ്പ് മൈദമാവ് വേണം. 1/4 കപ്പ് കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വലിയ മുട്ടയാണെങ്കിൽ 3, ചെറിയ മുട്ടയാണെങ്കിൽ 4 എണ്ണം എടുക്കണം. ഉപ്പ് 1 പിഞ്ച് ചേർക്കണം. 1/2 ടീസ്പൂൺ ചോക്ലേറ്റ് എസൻസ് ചേർക്കണം. 280 ml കപ്പിന് തന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് വേണം. 1/4 കപ്പ് പഞ്ചസാര മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ അത് 1 കപ്പായിട്ട് കിട്ടും. മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം പഞ്ചസാര കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. എൻ്റെ ബീറ്ററിൽ 10 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മാത്രമേ മുട്ട നന്നായിട്ട് പതഞ്ഞു വരുള്ളൂ. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ചേരുകയുള്ളൂ. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്താൽ മാത്രമേ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ നല്ല കട്ടിക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കണം. ഓയിൽ ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂടുതൽ മിക്സ് ചെയ്താൽ പൊങ്ങി വന്ന മുട്ട താന്നു പോകും. മാവ് കുറേശ്ശെ ഇട്ട് വളരെ പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. പതുക്കെ ഒരു സൈഡിലോട്ട് മാത്രം കറക്കി മിക്സ് ചെയ്ത് എടുക്കണം. പൊങ്ങി വന്ന മുട്ട താന്നു പോകരുത്. മാവ് കട്ട കെട്ടാതെ പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. മാവ് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കേക്ക് ടിന്ന് ഓയിൽ തടവി ബട്ടർ പേപ്പർ ഇട്ട് വയ്ക്കണം. മാവ് കട്ടി കൂടി വരുന്ന സമയത്ത് ഓരോ ടേബിൾ സ്പൂൺ പാൽ വീതം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. കൂടുതൽ പാൽ ഒഴിക്കരുത്. കേക്കിന് വേണ്ടി എടുക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. പാത്രത്തിലും വിസ്കിലും വെള്ള ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ബേക്ക് ചെയ്യാനുള്ള പാത്രം 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ ലോ ഫ്ലെയിമിൽ വെക്കണം. മുട്ട താന്നു പോകാതെയും കട്ട കെട്ടാതെയും മുഴുവൻ മാവും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്താൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. മാവ് മിക്സ് ചെയ്ത് തീരാറായപ്പോൾ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രമാണ്. നന്നായിട്ട് തട്ടി എയർ ബബിൾസ് കളയണം. പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇറക്കി വെക്കണം. മുകളിൽ ഒരു വെയിറ്റും കൂടെ വെച്ച് നന്നായിട്ട് അടയ്ക്കണം. 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താണെന്ന് നോക്കാം. 30 മിനിറ്റെങ്കിലും ആകാതെ അടപ്പ് തുറന്ന് നോക്കരുത്. വെന്തിട്ടുണ്ട്. മാവൊന്നും ഒട്ടി പിടിക്കുന്നില്ല. കേക്ക് തണുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഷുഗർ സിറപ്പിന് പകരം വെറ്റ് ചെയ്യാൻ 7up ആണ് ഞാൻ എടുക്കുന്നത്.
ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയും ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്.